ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? ഞമ്മക്കിവിടെ സുഖമാണ് കേട്ടോ. അൽഹംദുലില്ലാ, റാഹത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ട്. അപ്പോൾ എന്താ ഈ ചട്ടിയും കലം മോറിനെ കാണിക്കണത് എത്രമാത്രം എന്ന് വിചാരിക്കണുണ്ടോ? ഒന്നുമില്ല, ഇത് ഇന്നലെ പാല് കാച്ചിയ പാത്രമാണ്. അപ്പം അതിൽ നല്ലപോലെ ചീത്തായിട്ടുണ്ട്. പാല് കാച്ചിയാൽ നമ്മൾ പാത്രം പെട്ടെന്ന് മോശമായി പോകുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നല്ലോണം വെണ്ണൂറ് സാബൂനൊക്കെ ഇട്ടിട്ട് നമ്മുടെ പാത്രം നന്നാക്കി എടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുള്ള എല്ലാ പാത്രവും നന്നാക്കുന്നുണ്ട് കേട്ടോ, ഒഴിച്ച് കഴുകുന്നുണ്ട്. അപ്പം ഇങ്ങനെ തന്നെ ആവും എല്ലാ വീട്ടിലും മിക്കവാറും ആളുകൾ ചെയ്യണത് കേട്ടോ. പിന്നെ അധികം വീട്ടിലിപ്പോൾ ഗ്യാസ് മാത്രം ഉപയോഗിക്കുന്നവരായിരിക്കും. നമ്മളിങ്ങനെ പാത്രം കഴുകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ അപ്പുറത്തുനിന്ന് നമ്മുടെ അയൽവക്കക്കാരത്തേക്ക് വന്നിട്ട് ചോദിക്കുക, പിന്നെ ഇജിപ്പോഴും ഈ കുടിക്കും പാത്രം മോറി കുത്തിറക്കുകയാണോ, എനിക്കെന്താ ഗ്യാസ് മേലാണ് വെച്ചൂടെ, എന്നാൽ ഈ കാര്യമിട്ട് മോറേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നാണ് പറയും. അത് കേട്ടതും കിടക്കണേ, പിന്നെ നമ്മളെ പ്രഷർ മൊത്തമായി മേലായി. അത്രയൊക്കെ എല്ലാവരും ഇപ്പോൾ ഗ്യാസ് മേലെ വെക്കണത്. ആരും തിരിച്ചൊന്നും മൂട്ടണില്ലായിരുന്നെ കണ്ട് നമ്മളാണ് കോപിതരാകുകയാണ്. എന്നിട്ട് നമ്മൾ ഈ വാശിയേറൊക്കെ ആരോടെ കാണിക്കുക, നമ്മുടെ വീട്ടുകാരോട്, അതല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡുമാരോട്. എന്നിട്ട് നമ്മളായിട്ട് നല്ല പോലെ ജീവിച്ചു പോയിനെ നമ്മൾ ആ ഒരു വർത്താനം കേട്ടുകാണ്ട് നമ്മൾ മോശമാകണം. പെട്ടെന്ന് നമ്മൾ മനസ്സ് മാറണേ. ഓളൊക്കെ അപ്പം അങ്ങനെ കാട്ടണത് പറഞ്ഞാണ്ട് ഓളെങ്ങനെയും കാട്ടിക്കോട്ടെ, ഓളെങ്ങനെയും നടന്നോട്ടെ, അതല്ലെങ്കിൽ ഓക്ക് ഗ്യാസ് നിറക്കാനുള്ള കഴിവുണ്ടാവും, ഓക്ക് വിറക് കത്തിച്ചാൻ വെക്കുന്നുണ്ടാവില്ല. നമ്മളേതായിട്ടുള്ള ജീവിതത്തൊക്കെ തിരിഞ്ഞിങ്ങോട്ട് പോരാ വേണ്ടത്. അപ്പം ഓളങ്ങനെ ചോദിക്കുക, ഒരാളങ്ങളോട് അങ്ങനെ പറയാന്ന് വെച്ചാൽ നമ്മൾ പറയാം, എനിക്കിങ്ങനെ അടുപ്പിൽ വെച്ചുണ്ടാക്കുന്നത് നല്ല ഇഷ്ടമാണ് ഇടീന്ന് പറഞ്ഞുകൊണ്ടേയും. അപ്പോൾ കഴിഞ്ഞില്ലേ ഓള്. പിന്നെ അതിനെന്ത് പറയാനാ, അത് പ്രത്യേക രസമാണ് നമ്മൾ ഈ അടുപ്പിലൊക്കെ വെച്ചുണ്ടാക്കുന്നത്. പിന്നെ ഈ വർഗം കോലൊക്കെ എണ്ണ കത്തിച്ച് അതൊക്കെ നമുക്ക് ഉണ്ടാക്കാനുള്ളതല്ല, അതിനല്ല ഇപ്പോൾ അടുപ്പൊക്കെ ഉണ്ടാക്കുന്നത്. അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ഗ്യാസുമ്മേലും വെക്കാം, രണ്ടിലും വെക്കലുണ്ടെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ കാര്യം സിമ്പിളായി. അതല്ലാതെ നമ്മളത് ഓവറായിട്ട് മനസ്സിക്ക് ടെൻഷൻ കയറ്റിക്കാണ്ട് ഇത് വീട്ടിൽ നിന്ന് ഭർത്താക്കന്മാരോടൊക്കെ ഇത് അടിച്ചേറി ഞാൻ ഇനി ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഗ്യാസ് ഇവിടെ തീർക്കും വന്ന് കണ്ട് വാശി പിടിച്ച് കണ്ട് നമ്മളെ ഭർത്താക്കന്മാരുടെ പോക്കറ്റ് എന്തിനാണ് നമ്മളായിട്ട് വെറുതെ കാലിയാക്കണത്? അല്ലെങ്കിലേ അത് ചെറിയൊരു കനല്ലാത്ത പോക്കറ്റേക്കാരം. അത് നമ്മൾ ഈ കട്ടില്ലാത്ത ട്രൗസറാണ്, പറഞ്ഞില്ല എന്ന് വേണ്ട. ഈ കട്ടില്ലാത്ത ട്രൗസർ പിന്നെ പറ്റനെ കട്ടി കുറഞ്ഞ് ഓട്ടയായി പോയി ആർക്കാ ക്ഷീണം? ഞമ്മക്കും ക്ഷീണമാണ്. നമുക്ക് എവിടുന്ന കാശിട്ടുന്നത്? ഓല കഴിയുന്നല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചു പോവുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാർക്കും നമുക്കൊക്കെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകാൻ പറ്റും കേട്ടോ. അതല്ല നമ്മൾ ഒരാളെപ്പോലെ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ വേണ്ടി നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ മറ്റുള്ള പോലെ ആവണം വിചാരിച്ച് വാശിയോട് കൂടിയിട്ടുള്ളൊരു ജീവിതം നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചാൽ അപ്പോഴാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഓരോ വിള്ളലുകൾ വരിക. അതല്ലാതെ നമുക്കങ്ങനെ ആഗ്രഹം ഉണ്ടാവും അതേപോലെ ഓലെ വീട്ടിലൊക്കെ നല്ല ഇതിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല ചെടി നല്ല മുറ്റക്കണി നമുക്ക് അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമ്മൾ പെട്ടെന്ന് തന്നെ വാശിടിച്ച് കണ്ടത് ഉണ്ടാക്കാൻ കഴിയൂല. അപ്പം നമ്മൾ സാവധാനം ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു മാർഗ്ഗമാണ് നമ്മൾ നോക്കേണ്ടത്. അതല്ലാതെ ഒരു പിടിച്ചു പറയോ ദേഷ്യപ്പെടലോ കുറ്റം പറച്ചിലോ തിരക്കും വെക്കണം ഇവിടെ നിന്നും ഇങ്ങനെ തന്നെ കയറും, ഈ പെരിയിൽ ഞാൻ വന്ന് കാലം മുതലേ ഇങ്ങനെ തന്നെയാണ്, എന്നാണ് ഇവിടെ നല്ലൊരു ഇതുണ്ടായിക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞ് തൊള്ളിയിൽ കിട്ടാത്തത് മുഴുവനും വിളിച്ച് പറഞ്ഞ് നമ്മളെ അലമ്പാക്കിയിട്ട് ഒരു കാര്യമില്ല. നമുക്കും സമാധാനം ഉണ്ടാവില്ല, ഇത് കേൾക്കണം നമ്മളെ ഭർത്താക്കന്മാർക്കും ഒരു സമാധാനം ഉണ്ടാവില്ല. എന്തിനാണ് നമ്മൾ ഈ കുടുംബം കലക്കാൻ പോണത്? ഞാൻ ചോദിച്ചോളൂ ചിലപ്പം ഇങ്ങനെ ഒരു പാത്രം കഴുകണ ചോദിച്ചതേക്കാരം, ഓളും കൂടി വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്ര വലിയൊരു ഗുലുമാൽ ഇതാകുന്നത്. നമ്മൾ ഒരാളെപ്പോലെ മാത്രം ആവാൻ ശ്രമിക്കല്ല വേണ്ടത്. നമ്മളെ കണ്ടിട്ട് അവർ നമ്മളെപ്പോലെ ആവണം എന്നുള്ളതിൽ നമ്മളൊരു പോസിറ്റീവ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ മിതമായൊരു രീതിയിൽ ജീവിച്ചു പോകാം. പിന്നെ അടിപൊളി ലൈഫ് വലിയ ചിലവില്ലാതെ അടിപൊളിയായിട്ട് നമ്മൾ ജീവിച്ചു പോകണമെങ്കിൽ അത് അവർ കണ്ടിട്ട് ദൂരത്തില്ലാത്തൊരു ജീവിതം നമ്മളതാണെന്ന് ആഗ്രഹിച്ചിട്ട് അവർ നമ്മളെപ്പോലെ ജീവിക്കാൻ ശ്രമിക്കണം. അവിടെയാണ് നമ്മുടെ കഴിവ്. അതല്ലാതെ അവരെ പോലെ ആവണം എന്ന് മാത്രം വാശി പിടിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമാക്കി നമ്മളത് മാറ്റരുത്. നമ്മളെ കണ്ട് മറ്റുള്ളവരും കൂടി വളരട്ടെ, ഒരു നല്ല ലൈഫായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.